അസ്സലാമലൈക്കും മക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും? അപ്പം നമ്മളെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇത് തന്നെ പിന്നെ എന്താ പറയുക, ഞാനിതാ ഉമ്മാൻ്റെ അടുത്ത് ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ. അവിടെ വന്നപ്പം നോക്കുമ്പോൾ ഉമ്മ പെട്ടെന്ന് ആശുപത്രിക്ക് പോകേണ്ടി വന്നിട്ട് മിന്നൂന് ഛർദി കൂടിയിട്ട് അഡ്മിറ്റാണെന്ന് പറഞ്ഞിട്ട് അവർ വിളിച്ചപ്പോൾ പിന്നെ ഉമ്മ അങ്ങോട്ട് ആശുപത്രിക്ക് പോയിട്ടാണ്. പിന്നെ ഇപ്പോൾ ഞാൻ ഏതായാലും വന്നതല്ലേ, ഇനിയിപ്പോൾ ഏതായാലും 2 ദിവസം നിന്നിട്ട് പോകാൻ ഞാൻ പിന്നെ ഇവിടെ തന്നെ നിന്ന്. മദ്രസ ലീവാണ്, പിന്നെ സ്കൂൾ പിന്നെ ഓൾറെഡി അവധിയാണല്ലോ, ക്രിസ്മസ് ആകാൻ. മദ്രസ 2 ദിവസത്തെ ലീവേ ഉള്ളൂ കേട്ടോ. ശനിയാഴ്ച തുറക്കും. അപ്പോൾ ഞാൻ വെള്ളിയാഴ്ച ഇനി പോവാമെന്ന് വിചാരിച്ചിട്ടാ. പിന്നെ മിന്നൂനാണെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നില്ല, അവൾ ഗർഭിണി വിശേഷം ഉണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ. അപ്പോൾ അവൾക്കാണെങ്കിൽ ഭയങ്കര ഛർദിയാണ് കേട്ടോ. അത് തുള്ളി വെള്ളം പോലും കുടിക്കാൻ പറ്റണില്ല പാകത്തിന്. അത് ഛർദി, അത്രയും ഛർദി പറഞ്ഞാൽ അത്രയും ഛർദി. ഒരാളോട് വർത്താനം പറയണില്ല. പിന്നെ ഒറ്റ വേർക്ക് എടുത്തോ അങ്ങനെ തന്നെ കേട്ടോ. പിന്നെ നല്ല ക്ഷീണമാകുമ്പോൾ ഗ്ലൂക്കോസൊക്കെ കൊണ്ടുപോയിട്ട് കയറ്റൂട്ടാ. അപ്പോൾ അങ്ങനെയൊക്കെ എത്ര നാളങ്ങനെ ഇനി മുന്നോട്ട് പോകണല്ലേ. അപ്പോൾ അവൾക്ക് പെട്ടെന്ന് പിന്നെ ഛർദി കൂടിയിട്ട് പിന്നെ അഡ്മിറ്റാകാൻ കാരണം എന്താ വെച്ചാൽ അവൾക്ക് ഷുഗർ ഉണ്ടായിരുന്നു, ചെറുതായിട്ടൊരു ഷുഗർ ഉണ്ട്. അപ്പോൾ ഈ എന്താ പറയുക, ക്ഷീണം വരുന്ന സമയത്ത് അതും കൂടി കൂടുമ്പോൾ ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ടാണ് പിന്നെ ഡോക്ടർ അഡ്മിറ്റ് ആക്കാൻ പറഞ്ഞത്. അപ്പോൾ 2 നേരം രാവിലെയും വൈകുന്നേരമായിട്ട് ഇഞ്ചക്ഷൻ ഉണ്ട്. അപ്പോൾ ഒരു 4 ദിവസത്തെ ഇഞ്ചക്ഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 10-15 ദിവസത്തിന് പിന്നെ കുഴപ്പമില്ലാതെ പോയിട്ട്. അപ്പോൾ ഇതിപ്പോൾ ഒരു വട്ടം അഡ്മിറ്റ് ചെയ്തിട്ട് ഇപ്പോൾ കൊടുത്തിട്ടുള്ളൂ, 2 ആഴ്ച ആയിട്ടുള്ളൂ. നമുക്ക് പിന്നെ വീണ്ടും അല്ല, ഓരോരുത്തർക്ക് പഠിച്ച ഓരോ വിധത്തിലാണല്ലോ ഇത് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരേപോലത്തെ ശരീരപ്രകൃതി അല്ല. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ആർക്കും അങ്ങനെ ഛർദിയും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അനിയത്തി കുക്കും അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ എനിക്ക് ഷുഗർ ഉണ്ടായിരുന്നിട്ട്. എൻ്റെ മോളിലെ ഗർഭിണിയാവുന്ന സമയത്ത് ഒരു 4 മാസമൊക്കെ ആകുമ്പോൾ ഷുഗർ വന്നിട്ടാ. അത് പെട്ടെന്ന് തന്നെ കണ്ണിൻ്റെ കാഴ്ച പോയ പോലെയാണ് തോന്നിയത് കേട്ടോ. ഷുഗർ കൊല്ലം കൂടിയപ്പോൾ. എന്നിട്ട് പിന്നെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കണ്ട് ഞാൻ വിചാരിച്ചിൻ്റെ കണ്ണിൻ്റെ കാഴ്ച അങ്ങനെ പോയി എന്ന് വിചാരിച്ച്. അങ്ങനെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴാണ് പറഞ്ഞത് ഷുഗർ നല്ല കൂടുതലാണ്. എന്നിട്ട് പിന്നെ ഒരു 5 ദിവസം അവിടെ അഡ്മിറ്റ് ആക്കിയപ്പോൾ പിന്നെ ഇൻസുലിൻ കുത്താനൊക്കെ പഠിപ്പിച്ചു തന്നിട്ട് ഞാൻ എൻ്റെ പ്രസവത്തിന് ഓപ്പറേഷത്തിന് കൊണ്ടുപോകണ വരെ ഞാൻ ലെബറൂമിൽ ആ കൊണ്ടുപോകണ വരെ ഇൻസുലിൻ കുത്തിയിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഭക്ഷണം കഴിക്കാനോ 2 ചപ്പാത്തി 2 കയ്യിൽ ചോറ് അങ്ങനെയൊക്കെയല്ലേ തിന്നാൻ പറ്റുള്ളൂ. അവരൊരു ഇൻസുലിൻ കുത്തുന്നതുകൊണ്ട് അവരൊരു ചാർട്ട് തന്നിട്ടായിരുന്നു. അപ്പോൾ അതേ രീതിയിലാണ് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഗർഭിണിയൊക്കെ ആകുമ്പോൾ നല്ല വിശക്കൂല. ആ സമയത്തൊക്കെ ഞാൻ രാത്രിയൊക്കെ ആകുമ്പോൾ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക കേട്ടോ. അല്ലാതെ ഭക്ഷണം കഴിക്കാൻ പാകില്ലല്ലോ. ഈ ഇൻസുലിൻ കുത്തണോണ്ടേ ആ ഒരു കറക്റ്റ് സമയവും കാര്യങ്ങളൊക്കെയാണ് അതിന്. അങ്ങനെയാണ്. പിന്നെ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മുടെ കുട്ടിക്കും വളർച്ചക്കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എൻ്റെ മോൾ അതുകൊണ്ട് തീരെ വെയിറ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ. നല്ല വെയിറ്റ് കുറവാണ്. ഇപ്പോഴും അതേപോലെ തന്നെയാണ് കേട്ടോ. അങ്ങനെയൊക്കെ ഒരുപാട് ഞാൻ ബുദ്ധിമുട്ടി. അപ്പോൾ എനിക്ക് ഇവളിങ്ങനെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇടങ്ങേറാട്ടോ. അത് കാരണം ഛർദിയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് നോക്കാം. ഇത് തീരെ പറ്റാത്തൊരു ഛർദിയാണ് അവൾക്ക് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും പഠിച്ചോനെ എന്തായാലും അതിനെ കുറച്ചൊരു ഇത് കൊടുക്കട്ടെ അല്ലേ. ഒരു നേരമെങ്കിലും ഭക്ഷണം കഴിക്കാനുള്ള ഒരു ഇത് അവൾക്ക് കിട്ടട്ടെ. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പോണത് കേട്ടോ. ഇനിയിപ്പോൾ നമ്മളെ യൂട്യൂബിലത്തെ കുറച്ച് ഇതൊക്കെ ഒന്ന് അവസാനിച്ചിട്ടുണ്ടല്ലേ. മറ്റേ നമ്മൾ യൂട്യൂബ് തുറന്നാൽ തന്നെ ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് ഒത്തിരി ശമനം കിട്ടിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ കുഞ്ഞു വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാനൊക്കെ ശ്രമിക്കണം കേട്ടോ. മറ്റേ നമ്മൾ എത്ര വീഡിയോ ഇട്ടും കാര്യമില്ല, ആരും കാണൂല. എല്ലാവർക്കും പിന്നെ ഇങ്ങനത്തെ തല്ലും പ്രശ്നങ്ങളൊക്കെ കാണാനും ഇതൊക്കെ ആവുമല്ലോ എല്ലാവർക്കും ആഗ്രഹങ്ങൾ ഉണ്ടാവുക. അപ്പം എനിക്കാണെങ്കിലും നമ്മൾ ഫസ്റ്റ് ഇത് ഹെഡിങ്ങിൽ എന്താ വരുന്നത് അത് നോക്കിയിട്ടാണല്ലോ നമ്മൾ കാണുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ നമ്മൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾ എന്തായാലും വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണട്ടെ. എന്തെങ്കിലും ഒരു ചെറിയ കമൻറ്റ് നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയൊരു കമൻറ്റ് നിങ്ങൾക്ക് ഇടാൻ പറ്റില്ല, അതൊന്നും ഇടാൻ പറ്റുന്നവരൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പം ഇത് കുറച്ച് കുഞ്ഞു വിശേഷങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ഒന്ന് നിങ്ങൾക്ക്. അപ്പോൾ ഞങ്ങൾ മിന്നൂൻ്റെ അടുത്ത് ഹോസ്പിറ്റലിൽ പോയതാണ് കേട്ടോ. അപ്പോൾ അവിടെ നോക്കുമ്പോൾ നല്ല ക്രിസ്മസ് ട്രീയും പുൽക്കൂടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടെ കുറച്ച് പേരൊക്കെ ഇരുന്ന് മിന്നൂനൊന്നും കാണാൻ പറ്റില്ല കേട്ടോ. അവൾ പിന്നെ ഉമ്മ മാത്രമേ ഇറങ്ങി വരാൻ പറ്റുള്ളൂ. ഈ ഹോസ്പിറ്റലിൽ അങ്ങനെയാണ്, രോഗിനെ ആരും കാണാൻ പറ്റില്ല അത് തോന്നുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് രോഗിനെ കാണാനുള്ളവരാരും ആശുപത്രിയിൽ പോകണ്ട. അപ്പോൾ നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു ആ പുൽക്കൂടും ക്രിസ്മസ് ട്രീ ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോൾ ക്ുഞ്ഞാറ്റ ക്രിസ്മസിൻ്റെ സ്റ്റാർ ഉണ്ടാക്കുക പറഞ്ഞിട്ട് അത് ഉണ്ടാക്കാനുള്ള പരീക്ഷണത്തിലാണ് കേട്ടോ. അപ്പോൾ അത് പകുതി വരെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബാക്കി അവൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഫുള്ളായിട്ട് അവൾ ഉണ്ടാക്കിയതിൻ്റെ ശേഷം ഇനി വേറൊരു വീഡിയോയിൽ ഞാനത് ഉൾപ്പെടുത്തട്ടെ. അപ്പോൾ അവൾ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഞാൻ അങ്ങനെ വീഡിയോ എടുത്തതിന് ശേഷമാണ് അത് കണ്ടത്. അപ്പോൾ ഫുള്ളായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി ഇതൊരു ഉൾപ്പെടുത്താൻ പിന്നെ ഞാൻ ഫുൾ ഉണ്ടാക്കണ്ടെന്ന് വെച്ചപ്പോൾ പറഞ്ഞ് ഇനി ബാക്കി കുറച്ച് കഴിഞ്ഞിട്ട് ഉണ്ടാക്കണുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ്. പിന്നെ നമ്മളെ മിന്നുവിൻ്റെ റൂമിൽ പ്രാവ് വിരിയിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മുട്ട ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഇപ്പോൾ വിരിഞ്ഞിട്ടുണ്ട്. 2 കുട്ടികളുണ്ട് കേട്ടോ.
അപ്പോൾ അതും കൂടി ഒന്ന് ഉൾപ്പെടുത്തിയിട്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മളെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.